ആയകാലത്തൊക്കെ ചോര നീരാക്കി മടച്ചധ്വാനിച്ചുണ്ടാക്കിയ പണമൊക്കെ കരുവന്നൂർ ബാങ്കിലിട്ട് കൊടിയ രോഗപീഠകാലത്തും തിരിച്ചു കിട്ടാത്ത മനോവേദനയിൽ മുഖ്യമന്ത്രിക്കും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും ആ ബാങ്കിലെ ഒരു ഗതികെട്ട നിക്ഷേപകൻ അവസാന നീക്കമായി അയച്ച കത്തിലെ അവസാന വരികൾ ഇങ്ങനെയാണ്: ആയതിനാൽ ഇനിയും ബാങ്ക് അധികാരികളുടെയും സർക്കാരിന്റെയും മുന്നിൽ യാചിച്ചിട്ട് കാര്യമില്ലാത്തതിനാൽ രാഷ്ട്രപിതാവിനെ കൊന്നുതള്ളിയ ജനുവരി 30-ന് കോടതിയുടെയും അങ്ങയുടെയും അറിവോടെ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാം എന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതൊരു ദയാവധ ഹർജിയായി സ്വീകരിച്ച് അനുവാദം തരണമെന്ന് അപേക്ഷിക്കുന്നു. വിധേയൻ ജോഷി, മാപ്രാണം, 18/1/2024. അവിടെ ശതകോടികളുടെ തട്ടിപ്പ് നടക്കുന്ന കാലത്ത് തന്നെ പാർട്ടി ബോധ്യത്തിൽ നേതാക്കളും അവരുടെ ആർത്തിക്കാരായ ശിങ്കിടികളും 10 പൈസയ്ക്ക് വകയില്ലാത്തവനെ കൊള്ളയടിച്ച് പടുത്ത സമാന്തര സാമ്പത്തിക സാമ്രാജ്യം പൊളിയുമ്പോൾ കിട്ടാനുള്ള പൈസ കിട്ടാനുള്ള അവസാന നീക്കമായി മാത്രം ആത്മഹത്യയ്ക്ക് അനുവാദം തേടലിനെ കാണരുത്. ഓർമ്മ വെച്ച നാൾ മുതൽ ചോരയിൽ തുടിക്കുന്ന ചുവപ്പിന്റെ ഊറ്റത്തിൽ CPM നേതൃത്വം നൽകിയൊരു പ്രസ്ഥാനത്തെ കണ്ണുമടച്ച് നെഞ്ചിലേക്കെടുത്ത കുറ്റത്തിന് ഗതികേടിന്റെ പലതലങ്ങൾ കടന്ന് ക്ഷമയുടെ പരമാവധിയും കഴിഞ്ഞ് ആത്മഹത്യ സമരായുധമാക്കാനുള്ള ഒരു സഖാവിന്റെ ആലോചനയാണ്. അതൊരടവ് നമ്പരല്ല. പ്രായമാകുന്ന ഒരു കാലത്ത് കരുത്താവാൻ ബാങ്കിലിട്ട പണം കിട്ടാതെ ചികിത്സ കിട്ടാതെ മരിച്ച ഫിലോമിനയുടെ വഴിയിൽ ആത്മഹത്യ ചെയ്ത മനുഷ്യരുടെ വഴിയിൽ ജീവിതാനുഭവങ്ങളിൽ പരുക്കനായി പോയ 20 വർഷത്തിനിടെ 2 തവണ ആക്രമിച്ച ട്യൂമർ അടക്കം 21 ഓപ്പറേഷനുകൾക്ക് വിധേയനായ വിദ്യാർത്ഥികളായ 2 മക്കളടക്കം ഒരു പരമസാധു മനുഷ്യനെ കൊലയ്ക്ക് കൊടുക്കാതിരിക്കാൻ ശബ്ദമുയർത്തേണ്ട ഇന്നാട്ടിലെ ഓരോ പൗരന്റെയും ബാധ്യതയാണ്. അല്ലാതെ അന്വേഷണമൊക്കെ അസംബന്ധ നാടകം നമ്മൾ കണ്ടതാണ്. കേരളം അതുവരെ കാണാത്തൊരു തീവെട്ടിക്കൊള്ള, അതിൽ പാർട്ടി നേതൃത്വത്തിന്റെ പങ്കുമറച്ചു വെച്ചൊരു ക്രൈംബ്രാഞ്ച് അന്വേഷണ കളിയാക്കൽ, പിന്നീട് വന്ന ED, പിന്നീട് കണ്ട ചോദ്യം ചെയ്യലുകൾ, CPM നേതാവ് PR അരവിന്ദാക്ഷന്റെ അറസ്റ്റ്, ഡേവിസ് കാട, MK കണ്ണനിലൂടെ ഒക്കെ ആ അന്വേഷണം സാക്ഷാൽ AC മൊയ്തീന്റെ വീട്ടുതിണ്ണയിലേക്കാണോ എന്ന് സംശയമുണർത്തിയ വ്യവഹാര ദിവസങ്ങൾ. അതിന്റെ തുടർച്ചയിൽ ആ തട്ടിപ്പിൽ മന്ത്രി P രാജീവനും പങ്കുന്നൊരു മാപ്പുസാക്ഷിയും ED സത്യവാങ്മൂലത്തിൽ കണ്ടതാണ് കേരളം. ആ സാക്ഷിമൊഴികൾക്കപ്പുറത്ത്, ചോദ്യം ചെയ്യലിനപ്പുറത്ത് ഒത്തുകളികളുടെയും മാച്ച് ഫിക്സിംഗ് എന്ന രാഷ്ട്രീയ ആരോപണങ്ങളുടെയും പശ്ചാത്തലത്തിൽ കരുവന്നൂരിലേക്ക് ഇരമ്പിയെത്തിയ EDക്ക് ഇപ്പോഴെന്താ ഒരു മാന്യബാധ എന്ന് ചോദിക്കലാണ് പ്രതിപക്ഷം. ആരോപണം ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ആ കവർച്ചാ സംഘത്തിന്റെ നേതൃത്വം ഏതെങ്കിലും തുരങ്ക വഴിയിലങ്ങ് രക്ഷപ്പെട്ടു പോയാലും പാവങ്ങളെ പിടിച്ചു പറിച്ച് അവരുടെ ചോരക്കണ്ണീരുള്ള പണത്തിൽ പടുത്തുയർത്തിയ സാമ്രാജ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് മുടിഞ്ഞു പോകാനുള്ള സാമ്രാജ്യങ്ങളാണ്. അവിടെ നിക്ഷേപം നടത്തിയവർക്ക് ഒരൊറ്റ ചില്ലിക്കാശും പോവില്ലെന്ന് ഉറപ്പിച്ചത് സാക്ഷാൽ മുഖ്യമന്ത്രിയാണെങ്കിലും പണം മുടക്കി കോടതിയിൽ വ്യവഹാരത്തിന് പോയവർക്ക് മറ്റു വഴിയില്ലാതെ എന്തൊക്കെയോ കൊടുത്തു. ബാക്കി ആയുസിന്റെ സമ്പാദ്യം അത്രയും നിക്ഷേപിച്ചവർക്ക് ഇപ്പോഴും എറിഞ്ഞു കൊടുക്കുന്നുണ്ട് നക്കാപ്പിച്ച. കേന്ദ്ര സർക്കാരിനെതിരെ ഊറ്റത്തോടെ മനുഷ്യച്ചങ്ങല കെട്ടിയ DYFI നേതാക്കൾ തിരക്ക് കഴിഞ്ഞെങ്കിൽ ആ ജോഷിയെ ഒന്ന് കേൾക്കണം. ഒളിവിൽ കഴിഞ്ഞ സാക്ഷാൽ EMSന് ഭക്ഷണം വെച്ചു കൊടുത്തൊരു അമ്മയുടെ മകനാണ്. ആയ കാലത്ത് പാർട്ടി പടുക്കാൻ കഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ്. പാർട്ടി അംഗമല്ലെങ്കിലും മുഖ്യമന്ത്രിയുടെ പുത്രിയായതുകൊണ്ട് മാത്രം ഒരു കടലാസ് കമ്പനിക്ക് വേണ്ടി തെരുവിൽ വീറോട് വീറുവാദിക്കുന്ന കേന്ദ്ര കമ്മിറ്റി അംഗം അടക്കം മുഖ്യമന്ത്രിയിൽ നിന്ന് ആത്മഹത്യാ കത്ത് വാങ്ങി വലിച്ചു കീറിക്കളഞ്ഞ് ആ സഖാവിനെ കൊലയ്ക്ക് കൊടുക്കല്ലേ എന്നൊരു 2 വാക്കുമുണ്ട്. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം.